പഠിച്ചിട്ടും തീരുന്നില്ലല്ലോ. ഉറങ്ങിക്കേട്ടാ, നല്ലോണം ഉറങ്ങിക്കാം. ഞാൻ പഠിച്ചതാ അമ്മേ. എനക്കെന്താ, ചങ്ങായിമാരിൽ A+ കൊണ്ട് നടക്കുമ്പോ ഇനി വട്ടപ്പൂജ്യം തലയിൽ വെച്ച് നടന്നു കേട്ടാ. എനിക്കിതൊന്നും പഠിച്ചിട്ട് തല കേറുന്നില്ല അമ്മേ. ഈശ്വര, പരീക്ഷ പേപ്പർ കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. പക്ഷെ ഉറങ്ങുമ്പോഴത്തൊന്നും ഒക്കെ A+ന്റെ കണക്ക് പറയുന്നവരടുത്ത് ഞാനിത് കാണിച്ചിട്ട് എന്താ? എന്നെ കൊണ്ട് പറ്റണ്ടേ അമ്മോ. പരീക്ഷയുടെ ഡേറ്റ് ടീച്ചറുടെ ഗ്രൂപ്പിലിട്ടിനി. കിന്നാരം പറയാണ് പോയി പഠിക്കാൻ നോക്കി. ഇനി ആകെ അത്ര ദിവസമേ ഉള്ളൂ. പരീക്ഷ വേണ്ട, ബുക്കും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് തല പേരിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്നില്ല. അമ്മോ, അമ്മോ നീ പഠിക്കുക? അമ്മോ, നിനക്കെന്താ വട്ടാണോ? ഇങ്ങോട്ട് വന്നേ, മെല്ലെ വാ, ഇവിടെ ഇരിക്കി. എന്താ മോളെ, എന്താടാ നിനക്ക് പറ്റിയേ? എന്താടാ? എനിക്ക് ജീവിക്കണ്ട, കേട്ട് കേട്ട് മടുത്ത്. എവിടെ നോക്കിയാലും ഫുൾ A+. എനിക്ക് പറ്റുന്നില്ല. എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ. മോളെ എന്തായി കാട്ടിയത്? മോളെ നല്ലതിന് വേണ്ടിട്ടല്ലേ അമ്മ ഈ പറയുന്നതല്ലോ. ഇല്ല സീമേച്ചി, ഇനിവൾ അങ്ങനെയൊന്നും ചെയ്യൂല. ഇതൊക്കെ ഒരു അബദ്ധം പറ്റിയല്ലേ. ഇവള് മിടുക്കി കുട്ടിയല്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവള് 10ാം ക്ലാസ് എന്ന് കരുതി ഇത്ര പ്രഷർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പറ്റുന്ന പോലെ ഇവള് പഠിക്കട്ടെ. എല്ലാമ്മോ, മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം തരുന്ന മോളോടാരാ പറഞ്ഞേ? പിന്നെ ഈ അച്ഛനും അമ്മ ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നേ? മോളെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അവര് പറയുന്നേ. സോറി ചേച്ചി, സോറി അമ്മേ. ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യൂല. ഞാൻ പഠിക്കും, പഠിച്ച് നല്ല മാർക്ക് വാങ്ങും. അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും. ദേ, പരീക്ഷാക്കാലം അടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയും നമ്മുടെ കുഞ്ഞു മക്കൾ പൊലിഞ്ഞു തീരാതിരിക്കാൻ നമ്മുടെ ഒരു കണ്ണല്ല 2 കണ്ണും അവരെ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവരെ കണ്ടുപഠിക്ക്, ഇവരെ കണ്ടുപഠിക്ക് എന്ന് പറഞ്ഞ് അവരിൽ സമ്മർദ്ദം ചെലുത്താതെ അവരുടെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക.